കോതമംഗലം മലയൻകീഴിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ബിസ്മില്ല ബീഫ് സ്റ്റാളാണ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത്. പരിസരവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുനിസിപ്പൽ അധികൃതർ ഇറച്ചിക്കടയിൽ പരിശോധനയ്ക്കെത്തിയത്. ലൈസൻസ് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കട പ്രവർത്തിച്ചതെന്ന് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീർ ND പറഞ്ഞു. ഏകദേശം 6 മാസമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇതേ തുടർന്ന് സമീപത്തെ സ്കൂളിലെ കിണറിൽ ഇവിടുത്തെ മാലിന്യം കലരുന്നതായി, പരിസരം വൃത്തിഹീനമായി കിടക്കുന്നുവെന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നുവെന്നും പരാതി ലഭിച്ചതിനാലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് പറഞ്ഞു. ഒരു യാതൊരുവിധ ലൈസൻസോ ഒന്നുമില്ലാതെ ഇതുപോലുള്ള സ്റ്റാളുകൾ തുടങ്ങുന്നത് വളരെ സങ്കടാർഹമാണ്. ജനങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നവരായി ഇവർ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതല്ല, ഇതിലിപ്പം ഒരു 2 ആഴ്ചയായിട്ട് ഈ മെയിൻ റോട്ടിൽ കൂടെ നിരവധി കുട്ടികൾ പോകുന്ന വഴിയാണ്. നിരവധി പട്ടികൾ ഇവിടെ ഇതിൻ്റെ ചുറ്റും കൂടിയിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എല്ലാം തടസ്സങ്ങളായി അവരെ കടിക്കാൻ ചെല്ലുക, ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കോതമംഗലം നഗരസഭയിൽ നിന്ന് യാതൊരുവിധ ലൈസൻസും പോലും എടുക്കാത്ത ഈ സ്റ്റാള് ഇവിടെ പൂട്ടി ഇന്ന് സീൽ വെക്കുകയാണ്. എന്നാൽ താൻ നിരവധി തവണ മുനിസിപ്പാലിറ്റിയിൽ ലൈസൻസിനായി സമീപിച്ചിരുന്നു. സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തതിനാലാണ് ലൈസൻസ് ലഭിക്കാത്തതെന്നും കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ബീഫ് സ്റ്റാളുകൾക്കെതിരെ യാതൊരു നടപടിയും അധികൃതർ എടുത്തില്ലെന്നും നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും കടയുടമ ഷംസുദ്ദീൻ പറഞ്ഞു. ഈ സ്ഥാപനത്തിൽ 2 പ്രാവശ്യം എന്നോട് മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്നോട് ലൈസൻസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ലൈസൻസ് എടുക്കാൻ ഒരുക്കമാണ്. നിങ്ങൾ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ ചെയ്യാൻ ഒരുക്കമാണ്. അതുകൊണ്ട് ലൈസൻസ് തരാനുള്ള നടപടി നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ പറഞ്ഞത്, ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഒരാൾക്കും ലൈസൻസ് നൽകുന്നില്ല. അതിന് കാരണം അവർ പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഷോർട്ട് ഹൗസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ഹൗസ് ഇല്ലാതെ ഒരു ബീഫ് സ്റ്റാൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിയമപരമായി തെറ്റാണ്. എങ്കിൽ ഈ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഏകദേശം 30ഓളം ബീഫ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഒരു നോട്ടീസ് കൊടുക്കുകയോ ഒരു നടപടി എടുക്കുകയോ ചെയ്യാത്ത മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് എൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ വന്നേക്കണതാണ്. നഗരസഭയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഷംസുദ്ദീൻ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ കിടപ്പ് സമരവും നടത്തി. സീ മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.